ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. 7 സിനിമകളുടെ OTT അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കാം. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ഒരു മലയാള സീരീസ് ആണ്. ലൈറ്റ് അപ്ഡേറ്റുകൾ വന്നിരുന്ന ഒരു സീരീസ് ആയിരുന്നു ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു സീരീസ്. നമ്മുടെ അജു വർഗീസും നീരജ് മാധവനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ ഒരു സീരീസിൻ്റെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വർഷം ഈ ഒരു സീരീസ് നമുക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ശരത് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയായിരുന്നു സ്മൈൽ മാൻ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ കഴിഞ്ഞ ദിവസം ലീക്കാക്കപ്പെട്ടിരുന്നു, ലോ ക്വാളിറ്റി പ്രിന്റ് ലീക്കാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ OTT റിലീസ്, ഈ സിനിമ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. ആഹാ തമിഴ് വഴിയും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയും ജനുവരി മാസം 24-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ക്രൈം ത്രില്ലർ സിനിമയാണ്. റസാക്കർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ 24-ാം തീയതി ആഹാ തെലുങ്ക് വഴി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആയിരുന്നു പുറത്തു വന്നിരുന്നെങ്കിലും ഇപ്പോൾ ഈ ഒരു സിനിമ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ചിലപ്പോൾ 24-ാം തീയതി ഈ സിനിമയുടെ മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. തിരുമാണിക്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജനുവരി മാസം 24-ാം തീയതി ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ശ്രീകാകുലം ഷെർലക് ഹോംസ് എന്ന സിനിമ. ഈ ഒരു സിനിമ ETV വിൻ വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജനുവരി മാസം 24-ാം തീയതിയാണ് ഈ ഒരു സിനിമ ETV വിൻ വഴി റിലീസ് ചെയ്യുന്നത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ് വൈഫ് ഓഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജനുവരി മാസം 23-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഇന്നൊരു മലയാള സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ ബാറോസ് എന്ന് പറഞ്ഞ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഡബ്ഡ് വേർഷൻ ഇപ്പോൾ അവൈലബിൾ അല്ല. അടുത്ത ദിവസങ്ങളിൽ ഹിന്ദി ഡബ്ഡ് വേർഷനും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും അപ്ഡേറ്റുകളാണുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.